നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുന്ന നിരവധി വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ചേർത്ത് പറയുന്നതായിട്ട് നിങ്ങൾ കാണരുത്. ഇവൻ നമുക്ക് പണിയാകുമോ? ആവോ? കാര്യം നമ്മുടെ നാട്ടിൽ പലതരം പൂക്കളുണ്ട്. മുല്ലയുണ്ട്, നല്ല മണമാണ്. ശവന്നാറിയുണ്ട്, തീട്ടന്നാറിയുണ്ട് എന്നൊക്കെ പറയുന്ന പലതരം പൂക്കളുണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന വിവിധ ആൾക്കാരുമുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈ പരിപ്പോടെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും വളരെ ലളിതമായ, വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. സത്യം പുണ്യാളനാണ് സത്യം. പക്ഷെ അങ്ങനല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഒരു യൂട്യൂബ് ബ്ലോഗർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ 100% ഞാൻ യോജിക്കുന്നു. കാര്യം ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ FBI-ലോ CIA-ലോ അതോ മൊസാദിലോ ഒക്കെ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടിട്ട് ഒരു മറ്റാർക്കും സാധിക്കാത്ത രീതിയിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കണം. ആ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു യൂട്യൂബിൽ നിന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അത് ചെറിയ കാര്യമാണോ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചാ. പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. മലയാളികൾക്ക് സ്വപ്നം മാത്രം കാണാൻ പറ്റുന്ന ഒരു വലിയ പരിപാടി ഇവർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നാട്ടിൽ മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടാണ് ഇവർ ഈ പരിപാടിയുമായിട്ട് ഇറങ്ങുന്നത്. അറിയാതെ പറ്റിപ്പോയതാണ്, എനിക്ക് മാപ്പ് തരണം, എന്ത് പ്രായച്ചിത്തം ഇറങ്ങി ചെയ്യാം. പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 4 പേര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ കുറെ മലം കൂടെ വാരി പുറത്തങ്ങ് പോത്തും. അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇതിന്റെ മണം കേട്ട് വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരും ഇവരെ ഇവിടെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുക, കാരണം ആ മണത്തിനോടുള്ള താല്പര്യം കൊണ്ട് ഇഷ്ടപ്പെടും. അപ്പൊ ഇവര് വിചാരിക്കും ഇവരെല്ലാം എന്റെ ആരാധകരാണ്, എന്റെ ഫോളോവേഴ്സ് ആണ്. അങ്ങനെ ഒരു അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുറെ യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ട്. വിവരദോഷി ഏതാടാ അയാള്? 20,000 രൂപ കൊടുത്തിട്ട് ഉണ്ണി വരുമ്പോൾ കൂവണം, ഞാൻ വരുമ്പോൾ കൈയടിക്കണം, ഞാൻ വരുമ്പോൾ എന്റെ പേര് വിളിച്ച് അലറി വിളിക്കണം. പണത്തിന് മീതെ പരന്നും പറക്കില്ല എന്ന് കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം, കൂടെ നിന്നാ മതി. അത് ഞാൻ ഏറ്റു, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതേ ആള് തന്നെ ഇന്ന് ഉണ്ണി മൂന്നിന്റെ ഈ സിനിമ വിജയിക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന സായിയുടെ സുഹൃത്താണെന്നാണ് ഈ എന്നെ വിളിച്ചു പറഞ്ഞ ആൾ എന്നെ പ്രത്യേകിച്ച് ഇത് പറയാതെ പോകരുത്, കാരണം ഇതിന്റെ പിന്നിലെല്ലാം അജണ്ടയുണ്ട്. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. ഉണ്ണി മൂന്നിന്റെ ഒരു സിനിമ 50 കോടി ഹിറ്റ് അടിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ സിനിമയ്ക്കെതിരെ വന്ന് ഇങ്ങനെ പറയേണ്ടതെന്ന് ചോദിച്ചാൽ, നീ ദരിദ്രവാസിക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. അത്യാർത്ഥി. വിവരമില്ലാത്തവർക്ക് അങ്ങനെയും പറയാം. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു ചെറുപ്പക്കാരനെ തകർക്കുക, 2 മലയാള സിനിമയെ തകർക്കുക. മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുകയാണ്, മമ്മൂക്കയെ അഭിനയം പഠിപ്പിക്കാൻ നടക്കുകയാണ്. എന്നെ ഉദ്ദേശിച്ചായിരിക്കും. നിനക്ക് പഠിപ്പില്ലല്ലോ, ഒടുക്കത്തെ വിവരമല്ലേ? എന്റെ അപ്പനും അങ്ങനെയായിരുന്നു. അപ്പൊ സായി എതിർത്തപ്പോ സംഭവിച്ചെന്താ? ഇവിടെ 50 കോടി കളക്ഷൻ നേടുന്ന ഒരു പടമായി അത് 100 കോടി കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.